എന്നെ കുഴിച്ചു മൂട്. എടാ നീയൊക്കെ എന്നെ എവിടെ കൊണ്ടോ സ്പോൺ ചെയ്യിപ്പിച്ചേക്കുന്നത്? മര്യാദയോടെ പുതിയൊരു വീഡിയോ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേൾഡ് ജനറേറ്റ് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ താണ്ടേ ഏതെങ്കിലും വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ട് മുക്കി കൊല്ലാൻ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഗൈസ്, നമ്മളെ പുതിയ മെഗാ സർവൈവൽ സീരീസിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ മെഗാ സർവൈവൽ സീരീസ് ഭാഗ്യം വെച്ചാൽ എൻഡായി പോയി. പക്ഷെ കുഴപ്പമില്ല, ഈ സർവൈവൽ സീരീസ് നമ്മൾ പിടിക്കും. എൻ്റെ മോന്തയ്ക്ക് നോക്ക്, ഇതാണ് എൻ്റെ റിയൽ സ്കിന്ന്. മറ്റേ നേരത്തെ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ തിരിച്ച് കിട്ടുന്നുണ്ട്. ഇത് എൻ്റെ മോന്തയിലോട്ട് നോക്ക്, ഞാൻ പറയും. എൻ്റെ കണ്ണുകളിലൂടെ നോക്ക്, ഞാൻ ഉറപ്പായും ഈ പ്രാവശ്യം ഡ്രാഗനെയും കൊന്ന് നമ്മുടെ മെഗാ ബേസ് ഉണ്ടാക്കിയിരിക്കും. എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പിന്നെ ഗൈസ് എൻ്റെ ഈ കളിക്ക് നമ്മുടെ ബട്ടൺ ഇത് ജസ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഇത് എനിക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ തല പോലെ ഫീൽ ചെയ്യുന്നു. ഞാനിപ്പോൾ ജനറേറ്റ് ആക്കിയതേ ഉള്ളൂ, നേരത്തെ കളിച്ചൊന്നും നോക്കിയില്ല. ആ കുഴി നമുക്കൊരു ബേസ് ഉണ്ടാക്കിയാലോ. ബേസിന് ഇവിടെ കോറൽ സംഭവമുണ്ട് ഗൈസ്. ബേസിൻ്റെ കാര്യം ആദ്യം മരം പൊട്ടിക്കണം. മരം പൊട്ടിക്കാൻ ഇവ ഫുള്ള് ഡെസേർട്ടാണ്, ഒരു മരം പോലും കിട്ടത്തില്ല. നമുക്ക് കുറച്ച് ദൂരോട്ട് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ അതെല്ലാം സിം ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു ലാൻഡ് ഉണ്ടോ നോക്കട്ടെ. കൊള്ളാം ഈ സ്ഥലം കേട്ടോ. അവിടെ ആ ഒരു കുഴിക്കാൻ നമുക്ക് സുഖമായിട്ട് ബേസ് ഉണ്ടാക്കാം. ഇവിടെ കുറേ റാബിറ്റ് ഉണ്ട് ഗൈസ്. ഇത് കാണാൻ എന്തോ ക്യൂട്ടെന്ന് നോക്കേ. നിക്കടാ അവിടെ, എൻ്റെ മോന്തയിലോട്ട് നോക്ക്. എടാ ഞാൻ ക്രൂരൊന്നൊന്നുമല്ല, നീ എൻ്റെ മോന്തയിലോട്ട് നോക്ക്. റാബിറ്റിന് പോലും നമ്മൾ വേണ്ട, പുച്ച ഗൈസ്. ഇതൊരു കൊടിയൻ ഡെസേർട്ടാണ്. ഇവിടെ ഒരു പ്ലെയിൻസ് പോലും ഇല്ല. പ്ലെയിൻസ് പോയിട്ട് ഇവിടെ സാധാരണ ഒരു മരമുള്ള ഭയം പോലും ഇല്ല. ഇത് മുഴുവൻ ഡെസേർട്ടാണ്. ഇനി അങ്ങോട്ടൊക്കെ പോയി നോക്കണം. എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെ കുറേ വെള്ളമുണ്ട് ഗൈസ്. വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല. ഇതൊരു സഹാറ മരുഭൂമി നമുക്കാവും. പിന്നെ ഇവിടെ നമുക്ക് എന്തോ ചെയ്യാനാ, ഈ ഒരു കൊടും സൂര്യൻ്റെ ചൂടിൽ ഞാൻ ഇവിടെ നിന്ന് വെന്തിരിക്കുകയാണ്. ഇവിടെ കുറേ ക്യാക്ടസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വുഡ് കിട്ടത്തില്ല. വുഡാണ് നമുക്ക് സ്റ്റാർട്ടറായിട്ട് ആദ്യം ബേസിക്കായിട്ട് വേണ്ടത് തന്നെ. അപ്പോൾ അതൊരു പണിയാണല്ലോ. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? താഴോട്ട് പോയി നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം ഗൈസ്. അല്ലാതിപ്പോൾ എന്ത് ചെയ്യാനാ? സെർച്ചിങ് ഈസ് ദി ഓൺലി വേ ടു ഫൈൻഡ് എനിത്തിങ്. എൻ്റെ പുതിയ കോട്ടാണ് ഇത്. വലിയ വലിയ ഇതിലൊക്കെ ചേർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് റവീനാണോ? ഇങ്ങനെ വരുന്ന റവീനല്ലേ സാധാരണ? ഇവിടെ ഇപ്പം വേറെ ഒന്നും താഴ്പോയി. വേറൊന്നും ഇവിടെ കാണുന്നില്ല. പോയി ഇതൊക്കെ തന്നെ. ഫുഡിന് നമ്മളെന്ത് ചെയ്യും? അത് ഞാൻ കുറച്ചില്ല. ചത്ത് എന്ത് അവിടെ പോയി റീസ്പോണോ? അതാണ് പോകുന്നത്. അത് ഞാനങ്ങനെ ചെയ്യും. പൊട്ടിക്ക് എനിക്ക് പിടിക്കാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ? പൊട്ടിക്ക് പൊട്ടിച്ചോ, അടുത്തൂടെ പൊട്ടിക്ക്. അയ്യോ എൻ്റെ ഫുള്ളൊന്നും കയറുന്നു. അത് നമുക്ക് പറയുന്നുണ്ട്. ചത്താൽ മതി. അപ്പം തിരിച്ച് റീസ്പോൺ ആവുന്ന സമയത്ത് നമ്മുടെ ഇത് പോകത്തില്ല. പിന്നെ ബെഡ് വേണം. അതൊക്കെ പണിയാണ്. ഞാനിത് കാണിക്കുന്നത് പാർക്കോർ ചെയ്യാനല്ലേ. ചാടി ചാവറാൻ പോരെ, ഒന്നും കൂടെ ചാടാം. നമുക്ക് ഫുഡ് ലെവൽ ഇല്ലാത്തതുകൊണ്ട് ഇതാവത്തില്ല. അപ്പം ഞാൻ ചത്തിട്ട് വരാം. ഫൈനലി നമ്മൾ ചത്തിട്ടുണ്ട്. മണ്ടയിട്ടോ. ഇവിടെ പിന്നെ കടലാണ്. പക്ഷേ ഇവിടെ എന്തോ ചെയ്യാണ് കൈസ്? ഇവിടെ ഷീപ്പും ഇല്ല, ഒന്നും വലിയ പ്ലെയിൻസ് പോലും ഇല്ല കൈസ്. ഞാനാണെങ്കിൽ ഇതും എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇടുന്ന സീരീസുകൾ വേൾഡിൽ തന്നെ ഈ മെഗാ സർവൈവൽ സീരീസ് കളിച്ച് ഡ്രാഗനെ കൊല്ലണമെന്ന്. ഇനി ഞാനിവിടെ കിടന്ന് എന്തോ കാണിക്കാനാ? ഫുഡും ഇല്ല, ഒരു കുന്തവും ഇല്ല, അതുപോലെ അതിൻ്റെ പ്ലെയിൻസും ഇല്ല, മരവും ഒരെണ്ണം പോലും ഇല്ല. ഇനി നമുക്ക് ട്രീ ഫാം ഉണ്ടാക്കി മരം ഒപ്പിക്കാറുണ്ട്. അപ്പോൾ ഫുഡ് ഇപ്പം നമുക്ക് അത് വിഷയമില്ല. ഇവിടെ ഞാൻ എന്തോ കാണിക്കാനാ? പിന്നെ ഇവിടുത്തെ ബ്ലോക്സൊക്കെ നമുക്ക് ഡെക്കറേറ്റീവ് ബ്ലോക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ അഡ്വാൻറ്റേജ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ബേസ് ബിൽഡിങ്ങിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൂ. അതും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ ഇപ്പോൾ വുഡില്ലാതെ നമ്മളെന്തോ കാണിക്കാനാ? ബേസ് ബിൽഡ് ആണെങ്കിൽ വുഡും വേണ്ടേ? നമ്മുടെ ബേസിക് ടൂൾസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു വുഡ് വേണം. ഞാൻ വുഡില്ല അവിടെ എന്തോ കാണിക്കാനാ? അവിടെയൊക്കെ ഞാൻ തുഴഞ്ഞു നോക്കട്ടെ അവിടെ ഉണ്ടോന്ന്. എൻ്റെ ഒരു നോട്ടലീസ് ഇവനെ നമുക്ക് ആവശ്യം വരും. നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി ഇവനെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് പഫർ ഫിഷിന് വേണം. അതിന് എൻ്റെ കയ്യിലില്ല. അല്ലാതെ തന്നെ റൈഡ് ചെയ്യാൻ പറ്റും. അവൻ നല്ല സ്പീഡുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ പിന്നെ ജീവിക്കാൻ ഒരു പേടിയും വേണ്ട. റെസ്പിറേഷൻ ഉണ്ട്. അല്ലേ പറയാം? എന്തോ ഉണ്ട്. എൻ്റെ മുഖത്തോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കാൻ
എന്നെ ഈ മരുഭൂമി ഞാൻ പെട്ട് കിടക്കുക, ഈ ഒരു മരുഭൂമിയിൽ. ഇവിടുന്ന് പുറത്തോട്ടുള്ള വഴി നിനക്ക് അറിയാമെങ്കിൽ മര്യാദയ്ക്ക് പറ. എണീറ്റ് പോകണം, എന്നെ റൈഡ് ചെയ്യുക. എന്നെ എനിക്ക് ഓടിയാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇപ്പോഴത്തേക്ക് വിട്ടേക്കാം, നിന്നെ ഞാൻ തോക്കിക്കോളാം. ഇവിടെ ഞാൻ പെട്ട്. ഇനിയിപ്പോൾ എനിക്ക് ആ കൂട്ടിന് ഒട്ടകവും കുറച്ച് ഇതിനും മാത്രമാണ് വയസ്സ്. ഞാനൊരു കാര്യം മറന്നു. നമുക്ക് ഇത് കൂട്ടിയുമ്പോൾ സ്റ്റിക്ക് എടുത്തില്ല. ശരിയാ, സ്റ്റിക്കപ്പ് കിട്ടും കഴിച്ചാൽ അതൊന്നും നമുക്ക് കാര്യമില്ലല്ലോ. നമുക്ക് വുഡ് വേണ്ടേ? അവിടെ ബേസിക് റെസിപ്പീസ് ഒക്കെ കാണിച്ചു തുടങ്ങി. ഇതൊന്നും ഞാൻ ചെയ്യാനാ വുഡില്ലാതെ? ഇവിടെ വില്ലേജ് പോലും ഇല്ല കഴിച്ചാൽ. എന്തോ കാണിക്കാനാണല്ലോ. ആ മലതുകൊണ്ട് അവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഇത്രയും ദൂരം വന്ന്. അവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ എന്തോ ഉള്ളതാണ് ഫീൽ ചെയ്യണം. ഇത് റവീനാണോ? അല്ല, ഒരു ചെറിയ റവിയാന്ന് തോന്നുന്നു. നീണ്ട കിടക്കണം, പക്ഷെ താഴ്ച കുറവാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എന്തോ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. അവിടെ ഇതൊക്കെ തന്നെയാണ് ഒരു വില്ലേജ്. എടാ, എനിക്കിന്നത് ലക്കാന്ന് തോന്നുന്നു. എനിക്കിന്ന് ലക്കാന്ന് തോന്നുന്നു. പറഞ്ഞപ്പോൾ തന്നെ വില്ലേജ് കണ്ടുപിടിച്ചു. ഇവിടെ നിന്ന് കുട്ടി കിട്ടും. ശരി, അവിടെ നടുക്കാട്ടൊക്കെ മരം വെക്കാറുണ്ട്. അത് ഇതിനകത്തുണ്ട്. പോയി നോക്കാം. നമ്മൾ തിരിച്ച് അവിടം വരെ നടക്കണം ഗൈസ്. തൽക്കാലത്തേക്ക് നമുക്ക് വില്ലേജിൽ നിന്ന് ഒരു ബെഡ് എടുത്തുകൊണ്ട് അതിൻ്റെ നടുക്കാൻ സെറ്റ് ചെയ്താൽ എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഫുഡ് കിട്ടായിരിക്കും. ലക്കിയസ്റ്റ് സീഡ്. ഇരിക്കുന്നത് എന്തുവാ നിങ്ങൾ കാണുന്നുണ്ടാ? കാണുന്നത് ഒരു വില്ലേജ് ഔട്ട് പോസ്റ്റ് ആണ്. അവിടെ നമുക്ക് മറ്റേ അവന്മാർക്ക് എടുത്തത് ടോട്ടം ഓഫ് ഉണ്ടെങ്കിൽ കിട്ടണമെങ്കിൽ മറ്റേ അവന്മാർ വേണം. എന്തായാലും ലാഭം. ബെഡ് ഞാൻ ഒരു ബെയർ ബോൺസ് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ട്. ഇരിക്കട്ടെ, എല്ലാ ബെഡും ഇരിക്കട്ടെ എൻ്റെ വീട്ടിൽ. നീ ഒന്നും കിടന്ന് ഉറങ്ങാട്ടാ. നിനക്കൊക്കെ ഉറങ്ങാനുള്ള അവകാശം ഇല്ല. എല്ലാം വച്ചാണോ? വച്ചുകൊണ്ട് ഞാൻ ചെയ്യാം. ഒരു കുറച്ച് കാർപ്പൻ്റൊക്കെ കിട്ടി. ഞാൻ ഇവിടുന്ന് കിട്ടാവുന്ന എല്ലാം ഒന്ന് തപ്പിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഒരു തീരുമാനത്തിലെത്തി. നമ്മളെ സ്റ്റാർട്ടർ ബേസ് ഇവിടെ തന്നെ ആകാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ, നമുക്കിവിടെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇത്രയും ഇത് നിങ്ങൾ ഷുഗർ കെയിൻ നിങ്ങൾ ഇരിക്കുന്നുണ്ട. ഈ ഷുഗർ കെയിൻ വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന 3 സാധനമാണ്. ഷുഗർ, പിന്നെ പേപ്പർ, പിന്നെന്തോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ലാൻഡ് എടുക്കണം. അപ്പോൾ ഇതുമായിട്ട് ചേർക്കാണ്ട് ഈ ഒരു ലൈബ്രറിനൂടെ ഉണ്ട്. ഇവിടെ ഇവരൊരു ബുക്കും ഉണ്ട്. ഈ പൊട്ടന് നമ്മൾ ഒരു പേപ്പറും നമുക്ക് വേണമെന്ന് ഉണ്ടാക്കാൻ പറ്റും. പേപ്പർ കൊടുത്തുമ്പോൾ ഒരു എമറാൾഡ് കിട്ടും. അങ്ങനെ അവന്മാർ ട്രേഡ് ചെയ്ത് നമുക്ക് നമ്മുടെ നിന്ന് ഒരുപാട് എൻചാൻറ്റിങ് ബുക്സ് തന്നെ വാങ്ങിക്കാൻ പറ്റും. ഇതൊരു നല്ല ഏരിയ ആണെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി സാധനം എടുത്തായിരുന്നു. അതൊക്കെ വിട്ടേക്കാം. ഇവിടെ തൽക്കാലത്തേക്ക് നമ്മുടെ ബെഡ് ഇവിടത്തേക്കൊന്ന് സെറ്റ് ചെയ്യാം. അവിടെ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബെഡ് കൂടി കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ് എനിക്കിവിടെ ഫീൽ ചെയ്യാനുണ്ട്. കുറച്ച് കാർപ്പറ്റ് ഉണ്ടായി തന്നെ കിട്ടും. നമുക്ക് സ്റ്റാർട്ടർ ബേസ് അല്ല നമ്മൾ മെഗാ ബേസ് എന്തായാലും ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കും. അത് ഞാൻ പറഞ്ഞ ഏരിയയിലായിരിക്കും. അപ്പോൾ അതവിടെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ഇത് ഉപകാരപ്പെടും. ഈ ഏരിയ നമ്മൾ റെഡി ചെയ്യുക. വേറെ ഇല്ല. പിന്നെ അയൺകോളം പിന്നെ വുഡ് വേണമെങ്കിൽ നമ്മൾ അവിടെ പോയാൽ കേസ്. പക്ഷേ വില്ലേജർ ഔട്ട് പോസ്റ്റോട്ട് പോകുന്നത് ഇച്ചിരി ഡേഞ്ചറാണ്. കുഴപ്പമില്ലെന്നാലും ഞാൻ ആദ്യം അയൺകോളത്തിനകത്ത് ചിക്കൻ കിട്ടി. പിന്നെ കുറച്ച് പൊട്ടാറ്റോയും കിട്ടി. റാബിറ്റ് ഞാൻ പറ്റില്ല. ലെതറിൽ കിട്ടത്തുള്ളൂ. കിട്ടുമോ? ക്ലച്ച് എന്ന് പറഞ്ഞാൽ കാണില്ല. ഇവിടെ ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഉപകാരപ്പെടും. എനിക്ക് ക്ലച്ച് ചെയ്യാം. ഇവിടെ മുഴുവൻ ഇത് കിടക്കുന്നുണ്ട്. എന്തോന്ന് പറ്റി? നമുക്കെന്തോ നമുക്ക് ഫുഡ് കിട്ടിയാൽ പോരെ. ഇവിടെ ഒരുപാട് ഒട്ടകമുണ്ട്. നമുക്ക് ഒട്ടകപ്പാൽ കറന്ന് കുടിച്ച് ഇവിടുന്ന് പ്രോട്ടീൻ അടിക്കാം. എനിക്ക് ഔട്ട് പോസ്റ്റോട് പോകണം. പക്ഷേ ഇന്ന് പോകുന്നില്ല. കാര്യം ഇന്ന് ഡേഞ്ചറസ്. അവിടെ ഒട്ടകേ മണ്ടയിലോട്ട് വരാം. താഴോട്ട് പോകും. ഇവിടെ നിന്ന് പിന്നെ എൻ്റെ അയൺകോൾ കൂടെ പോയി. ഒരുപാട് ഫുഡ് കിട്ടുന്ന ഇവിടെ വന്നു പറയാൻ വയ്യ. ഇവിടെ കോൾഡറും ഉണ്ട്. മണ്ടയിൽ ചെസ്റ്റ് ഇവിടെ ഒരു ചെസ്റ്റ് അങ്ങനെ വെച്ചുകൂടി ഇടി. നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് ഒരു ചെസ്റ്റ് പോലെ അയൺകോൾ അവിടെ പോയി. അതുകൊണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബ്ലോക്കൊന്നും ഇല്ല. എന്നാലും ഒരു ധൈര്യത്തിന് പോയിട്ട് എൻ്റെ ഇതും ഇല്ലല്ലേ. പക്ഷേ ഉണ്ടാകാൻ മതിയില്ല. ഒരുപാട് കിടക്കുന്നു. ഇഷ്ടംപോലെ കിടക്കുന്നു. എന്ത് പറ്റി ഇവിടെ? എനിക്കത് പൂച്ച ഇതിനെ കൊല്ലുന്നു. നമുക്ക് ലാഭമല്ലേ. ഇവിടെ വേണ്ട. ഞാനിപ്പോൾ എന്തോ ചുമ്മാ പൂച്ച കൊല്ലുന്ന ഞാൻ ആദ്യമായിട്ടത് അറിയണം. പൂച്ച കൊല്ലുന്നു.
നമ്മളിപ്പോൾ എന്തുവാണെങ്കിൽ എൻ്റെ സോഡില്ലാതെ ഞാൻ അങ്ങനെ ഒന്ന് അടിച്ചു കൊല്ലാനാണ്. ഇവിടെ ക്രാഫ്റ്റിൻ്റെ കൊണ്ട് സൗണ്ട് ഞാൻ എന്തിനാ വുഡ് വേണ്ടേ? കാരണം ഒരു വുഡ് പോലും ഇല്ല. എനിക്ക് നമ്മളെ പില്ലേജർ ഔട്ട് പോസ്റ്റിൽ പോകേണ്ടി വരും. അല്ലാതെ നമുക്ക് കൊല്ലം. പക്ഷേ ഒരുപാട് ടൈം ഒരുപാട് എടുക്കും ഗൈസ്. അങ്ങനെ ചെയ്താൽ മതിയോ? അതായിരിക്കും നല്ല ഗൈസ്. അവിടെ വേറെ ഒന്നും ഇല്ല. അല്ല സോഡിന് 2 വുഡ് മതി. അവിടെ ചെയ്യാം. നമുക്ക് 3 ഹെയിലുണ്ട്. അപ്പം നമുക്ക് കഴിക്കും. വേഗം അടിച്ച് തീർത്തിട്ട് വരാം. വേറൊന്നും ഇല്ല ഇനിയിപ്പോൾ. ഒന്നും പറയാനില്ല. അയൺകോളം അവൻ ചത്തിരിക്കുന്നു. നാളെ ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചോ. നമ്മുടെ സ്വന്തം അയൺകോളം അവനെ യുദ്ധശാലി, വീരശാലി, എല്ലാ ശാലിയുമായ സോറോവിൻ ശാലി കൊന്നിരിക്കുന്നു. നീ ഇവിടുത്തെ വലിയ പുള്ളയായിരിക്കും. മോതിരോട്ട് നോക്കടാ. പക്ഷെ ഞാൻ ആരാന്ന് നിനക്ക് അറിയത്തില്ല. എന്തുവാടാന്ന്? അറിയണം നിനക്ക് എന്തുവാടാന്ന്? അമ്മ ഓടിക്കോയ്. ഇപ്പം കാണിച്ചു തരാം എന്തുവാന്ന്. വാട ധൈര്യം ഉണ്ടെങ്കിൽ എടാടാ വാട. നിനക്ക് കമ്പ് കൊണ്ട് അടിക്കൂടാ. നീ ഇന്ത്യയിലെ കമ്പടിന്ന് ഇട്ടിട്ടുണ്ടോ? അത് സംഭവം ഈ അമ്മമാർ പിള്ളേരടിക്കുന്ന ഒരു അടിയാണ് കമ്പ് അടി. നിനക്കത് ഞാൻ കാണിച്ചു തരാം. താഴെ അടിക്കാൻ പറ്റത്തില്ലേ? താഴെ നോക്കണം. വെയിറ്റ് ചെയ്യണം ജയ്സേ. ഇത് സൗണ്ട് കേൾക്കാത്ത. നിൽക്കേ ഒരു മിനിറ്റ്. എന്തെങ്കിലും പറ്റിയോ ഗൈസ്? സൗണ്ട് ഇപ്പം കേൾക്കുന്നുണ്ട്. എനിക്ക് നേരെ സൗണ്ട് കേട്ടില്ല ഗൈസ്. എനിക്ക് അവന് ചാവടാ. ചത്തേ ചത്തേ ചത്ത് ചത്തേ. എത്ര കിട്ടി? 4. നമ്മളിപ്പോൾ എനിക്ക് ഗൈസ് 4 കിട്ടിയില്ലേ? അത് മതിയില്ല നമുക്ക്. ഞാൻ ബേസിക്കായിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ എനിക്കൊരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാം. 3 വെച്ച് 4 വെച്ച് വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാം, ഷിയർ ഉണ്ടാക്കാം, സോഡ് ഉണ്ടാക്കാം, മാക്സ് ഉണ്ടാക്കാം, പിക്കാക്സ് ഉണ്ടാക്കാം. ഇതിലേതെങ്കിലുമൊക്കെ ഞാൻ ഒരു കാര്യം ഗൈസ്, ഒരു പിക്കാക്സ് പിന്നെ ഒരു ഷീൽഡ്, അത് രണ്ടും ഉണ്ടാക്കും. അപ്പോൾ കറക്റ്റ് 4. അതിൽ എനിക്ക് ഷീൽഡ് ഉണ്ടാക്കണമെങ്കിൽ ഇത് വേണ്ടേ, മറ്റേ വുഡിൻ്റെ ഇല്ലല്ലോ. അപ്പോൾ അതൊരു പണിയാണ്. പിക്കാക്സ് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ് ഗൈസ്. പിക്കാക്സ് വേണ്ടേ? എവിടെ ആയിരുന്നു ക്രാഫ്റ്റിൻ്റെ? ഇവിടെ ആയിരുന്നു. ഇവിടെ അല്ലേ? അപ്പോൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ എനിക്ക് പ്രഷ്യസ് ആണ് ഗൈസ്. പ്രഷ്യസ് കാര്യം എൻ്റെ ഇപ്പം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനുള്ള വുഡില്ലല്ലോ. ട്രേഡിങ് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല, നാളെ ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇവിടെ അല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇനിയിപ്പോൾ ഇവിടെ ആയിരുന്നു എൻ്റെ കണ്ടത്. ഇനിയിപ്പം ഹെയ്ബിയിൽ ഉണ്ടാക്കാൻ വേണ്ടി എവിടെ ക്രാഫ്റ്റിൻ്റെ കൂടെ ഉപയോഗിച്ചാണല്ലോ. ഇവിടെ ചെസ്റ്റാണ്. എവിടെ ആയിരുന്നു? ഇതൊന്നും കാണാൻ പറ്റില്ലേ? ഇവിടെ പോയി. ഇവിടെ ഞാൻ റീസ്പോൺ സെറ്റ് ചെയ്തത്. ഇവിടെ ഏകത്തിനകത്ത് ഞാൻ സെറ്റ് ചെയ്തത് മണ്ടല്ലോ. തുറക്ക്. ഇതൊക്കെ എന്ത് വീട്? അങ്ങനെയൊക്കെ ഉണ്ടോ വീട്? ഇവിടാണോ? ഇവിടെ തന്നെ ചെസ്റ്റ്. എനിക്ക് ഈ ചെസ്റ്റ് ഞാൻ ലൂട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ലൂട്ട് ചെയ്തില്ലായിരുന്നു. ഞാനൊന്നും മണ്ടനോ? അങ്ങനെയാണ് എന്താ ഓർക്കാവട്ടെ. നമ്മുടെ വേറെ കാണുന്നില്ല കൈ. അത് എവിടെ കാണിക്കാം. അത് വില്ലേജർ എടുത്തോ. ജസ്റ്റ് ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അവിടെ ഒരു അയൺകോളും ഉണ്ട്. പക്ഷെ വേറെ
വില്ലേജർ അങ്ങോട്ടാണ് പോകും. നിനക്കൊരു ഏരിയൊന്നുമല്ല, ഇതിൻ്റെ പേരാണ് വില്ലേജർ ഔട്ട് പോസ്റ്റ്. ഇപ്പോൾ താഴെ പോയാൽ ലക്ക് ഇപ്പോൾ ചത്ത് എൻ്റെ സാധനം മുഴുവൻ താഴെ പോയാൽ. അമ്മാരോടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് അവന്മാരുണ്ട്. ഇവന്മാർ ഇവിടെ വില്ലേജ് അടുത്തുകൊണ്ടിട്ട് റേഡിയാത്ത ഒരു പൊട്ടന്മാരാണ്. അവന്മാരെ ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വരണോ റേഡിയെ? അത് നമുക്കൊരു അഡ്വാൻറ്റേജാണ്. നമ്മളിന്ന് വേറെ വില്ലേജൊക്കെ പോകേണ്ടി വരില്ല. കാര്യം നമുക്ക് എന്താ പറയുന്നത്, മറ്റേ ടോട്ടമോ ഫണ്ടായി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളത് ഒരു പോർഷൻ ഉണ്ട്, അത് കുടിക്കണം. അത് കുടിക്കാൻ നമ്മളിത്തെ ഒരു ബാനർ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവൻ്റെ നമുക്ക് കിട്ടും ഓമിനസ് പോർഷൻ. അപ്പോൾ ആ സാധനം കുടിച്ചിട്ട് നമ്മൾ വില്ലേജ് വരുമ്പോൾ ഇവിടെ റൈഡ് തുടങ്ങും. ആ റൈഡ് തുടങ്ങുമ്പോൾ അതിനകത്ത് ഒരുത്തരം വരും, പേര് എന്ത് വരും, സ്കാവഞ്ചർ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത്. അവനെ കൊല്ലുമ്പോഴാണ് നമുക്ക് മറ്റേ ഇത് കിട്ടുന്നത്, എന്തു പറയുന്നത്, ടോട്ടം ഓഫ് അണ്ടയും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു വില്ലേജ് ഉള്ളത് നമുക്ക് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. കറങ്ങി തിരിച്ച് അവസാനം ക്രാഫ്റ്റിംഗ് ടേബിൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ കണ്ടുപിടിച്ച പിക്കാക്സ്, ഒരു പിക്കാക്സ്. ഇനി എനിക്കൊരു സ്പിയർ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഷവൽ ഉണ്ടാക്കാം. രണ്ടും എനിക്ക് വേണമെങ്കിൽ ഷീൽഡിലുണ്ടാക്കണം. പക്ഷേ അതിന് വുഡ് എൻ്റെ കയ്യില്ല. അപ്പം എൻ്റെ ആദ്യത്തെ അയൺ പിക്കാക്സാണ് നിങ്ങൾ ഈ കാണുന്നത്. നിക്കി നമുക്കിനി സ്റ്റോൺ കളക്ട് ചെയ്യാം. അത് കൊണ്ട് പോയിന്റ്. അപ്പോൾ നമുക്ക് സ്റ്റോൺ ടൂൾസ് ഉണ്ടായിക്കൂടെ? നമുക്കൊരു ഈ സാധനം പൊടിയും സ്റ്റിക്ക് കിട്ടത്തില്ലേ? എൻ്റെ ബുദ്ധി അപാരം തന്നെയല്ലേ. എനിക്ക് ഗിന്നസ് റെക്കോർഡ് പറഞ്ഞു ഇത്രയ്ക്കും ബുദ്ധി ഇത്തിരി സമയം കൊണ്ട് പുറപ്പടിവിക്കുന്നതിനോടൊന്നും. അതും വേറെ ഏത് മലയാണ്. അവിടെ ഒരു വേറെ കളറുള്ള സംഭവമുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടും പോകണം. അതിന് ഇവിടുന്ന് ഒരു സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് നല്ല ഭാഗമുണ്ട്. പക്ഷെ അവിടെ അത് പിന്നെ നമുക്ക് ബേസ് കൊണ്ട് നമുക്ക് ഇത് സ്പോട്ട് നാച്ചുറലി തന്നെ കിട്ടി. പിന്നെ ഇവിടെ നമ്മളോട് ഫുഡ് ഇങ്ങനെ തറയിക്കിടന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട്, വില്ലേജർ ഔട്ട് പോസ്റ്റ്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ലക്കാണ്. ഇവിടെ നമുക്ക് താഴ്ത്തു പിടിച്ചാലോ, ചാടറ കുഴിയിലോട്ട് സാൻഡ് കിട്ടി. സാൻഡ് ഇവിടെ സ്റ്റോൺ ഇല്ലേ? സ്റ്റോൺ പ്ലീസ്. അല്ല സ്റ്റോൺ ചെയ്ത് സ്റ്റോൺ ഇല്ലേ? ഇവിടെ കുറെ കോളൊക്കെ ഉണ്ട്. സ്റ്റോൺ. യെസ് കോപ്പറും കിട്ടും. കോപ്പർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് ഫൈൻഡ് കിട്ടി, ഒരുപാട് ലക്കുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. സോറി ഗൈസ്, കുറച്ച് ഭാഗം ഒന്ന് കട്ടായിപ്പോയി.